ഹലോ മൈ ഡിയർ ഓൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഒരു കഥയായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കേട്ടോ. മിഥുനമാസം കഴിയണു, കർക്കിടക മാസം വരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച ഒരു പഴയ കാല എൻ്റെ കുട്ടിക്കാലത്തെ ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. എനിക്ക് എന്തെങ്കിലും കമൻറ്റുകൾ നിങ്ങൾ ഇടണം. കാരണം ഞാൻ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കൂടെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും കമൻറ്റ് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ കഥ പറയട്ടെ. ഇത് ഞങ്ങൾ പാലക്കാടുകാരുടെ രീതിയിലുള്ള ഒരു കഥയാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല, വേറെ രീതിയിലായിരിക്കും. പക്ഷേ ഈ മിഥുനമാസം അവസാന ദിവസം വീട്ടിൽ ഭയങ്കര ജോലിയായിരിക്കും. മാറാല അടിക്കലും പൊടി തട്ടലും, പിന്നെ വീട് മുഴുവൻ മുക്കും മൂലി അടിച്ച് വൃത്തിയാക്കി വീട്ടിലുള്ള സകല പാത്രങ്ങളും എടുത്ത് പുറത്തിട്ട് കിണറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് പുളിയും ചാരും ഒക്കെ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കി തുടച്ച് വയ്ക്കും. ഇന്നത്തെ പോലെ സ്റ്റീൽ പാത്രങ്ങളൊന്നും അല്ലല്ലോ. ചെപ്പുകുടങ്ങളും പിച്ചളക്കുടങ്ങളും പിച്ചളപ്പാത്രങ്ങളും ഓട്ടുപാത്രങ്ങളും ഓട്ടുവിളക്കുകളും ചെമ്പും ചരക്കും അണ്ടാവും കുണ്ടാവും പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങളുണ്ടായിരിക്കും. ഒരിക്കലും ഒരു വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതൊന്നും അല്ല അത് കേട്ടോ. ഇത് കൊല്ലത്തിൽ ഒരിക്കൽ കഴുകാൻ വേണ്ടി മാത്രം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും. ആരുടെയെങ്കിലും വീട്ടിൽ വല്ല കല്യാണമോ അടിയന്തരോ വല്ല ഫംഗ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ടാണ് അമ്മമ്മ അതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് എന്താ അറിയോ, ആരും വാടകയ്ക്കൊന്നും എടുക്കില്ലല്ലോ. ഇതൊക്കെ ഓരോരോ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യല്ലേ. അപ്പോൾ അമ്മമ്മയ്ക്കതൊരു അഭിമാനമായിരുന്നു. അത് ഈ വീട്ടിൻ്റെ പുറത്ത് അടിച്ചുവാരി കൂട്ടിയ ചപ്പ് ചവറുകളും ഇതൊക്കെ എടുത്ത് വീടിൻ്റെ പുറത്ത് പാതയുടെ അരികിൽ ഇതെല്ലാം കൂടി കൂന കൂട്ടി കത്തിക്കും. എല്ലാ വീട്ടിലും ഇത് ആ സമയത്ത് സന്ധ്യ നേരത്താണ് ചെയ്യുക. കുട്ടികളാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചത് ചെയ്യാറുള്ളത്. നല്ല രസമായിരിക്കും എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ. ഇതൊക്കെ കഴിഞ്ഞ് 3 പ്രാവശ്യം ചേട്ടപ്പോ ശിവോതി വാദം വിളിച്ചു പറയും. ശിവോതി എന്ന് പറയുന്നത് ശ്രീ ഭഗവതി എന്നാണ്. മഹാലക്ഷ്മിയെ കർക്കിടക മാസത്തിൽ വീട്ടിലേക്ക് ആനയിക്കുകയാണ് സന്ധ്യ നേരത്തെ. അതൊക്കെ കഴിഞ്ഞിട്ട് ദശപുഷ്പം ശേഖരിക്കാൻ പോകും. അതാണ് വിഷ്ണുക്കണാന്തി, ചെറുള, ഒഴിഞ്ഞ, മുക്കുറ്റി, മുയൽ ചെവി, കറുക, നിലപ്പന, പിന്നെന്താണ് പൂവാങ്കുറന്നില, കയ്യൊന്നി, തിരുതാളി, ഇതൊക്കെയാണ്. ഇതിലെല്ലാം ഒന്നും ഞങ്ങളുടെ പരിസരത്ത് കിട്ടില്ല. 1-2 കിട്ടാത്ത സ്ഥലത്ത് തുളസി ഇലയും അഞ്ചിലപ്പച്ചയൊക്കെ ചേർത്ത് 10 തികയ്ക്കും. എന്തായാലും 10 തികയ്ക്കണം എന്ന് പറയും അമ്മമ്മ. അത് കഴിഞ്ഞാൽ മൈലാഞ്ചി അരച്ച് വെച്ചതുണ്ടാവും. അത് കയ്യിലും കാലിലും ഒക്കെ മുഴുവനായിട്ട് തേച്ച് പരത്തി തരും. എന്നിട്ട് കൈയൊക്കെ തേക്കിൻ്റെ ഇല കൊണ്ട് കെട്ടി മൂടി വയ്ക്കും. അന്ന് രാത്രി ഭക്ഷണം അമ്മയൊക്കെ നമുക്ക് വായിലിട്ട് തരും. ദോശയോ ഇഡ്ഡലിയോ അതിൻ്റെ കൂടെ സാമ്പാറോ സ്റ്റൂ ഒക്കെ ആയിരിക്കും കൂട്ടാൻ. ചില വീടുകളിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അവരുടെ വീട്ടിലൊക്കെ കോഴിക്കറിയും ദോശയായിരുന്നു എന്നൊക്കെ. പിന്നെ പിറ്റേ ദിവസം രാവിലെ കർക്കിടകം 1 രാവിലെ കുളിച്ച് വന്ന് വിഭൂതി വെക്കണം. അതിൻ്റെ വീട്ടിൽ എങ്ങനെ വെച്ചാൽ ഒരു മുക്കാലി 3 കാലുള്ള ഒരു സ്റ്റൂളുണ്ട്. അതിൻ്റെ മേലെ ഒരു മരപ്പലക, ആ പലകയെ കുളിപ്പിച്ച് ഭസ്മക്കുറിയും ചന്ദനക്കുറിയൊക്കെ ഇട്ട് അതിൽ ചാരി വയ്ക്കും. എന്നിട്ട് വിളക്കൊക്കെ കൊളുത്തി വയ്ക്കും. ഇതാണ് ശ്രീ ഭഗവതിയെ കുടിയിരുത്തുക പറയുന്നത് എൻ്റെ വീട്ടിൽ. ഇന്ന് രാവിലെയും വൈകുന്നേരവും കുളിച്ച് ഇതൊക്കെ വെക്കാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും. ആദ്യമൊക്കെ ഒരു 1-2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികളല്ലേ ഞങ്ങളെ മടുക്കും. അപ്പോൾ പിന്നെ കുറച്ച് പതുക്കെ ആവും. പിന്നെ അമ്മമ്മ പറയും ഇങ്ങനെ ചെയ്യരുതെന്ന്. എന്നാലും അതൊന്നും തലയിലൊന്നും പോവില്ല. ഒരു ദിവസം ഇങ്ങനെ പുതിയ കുളിപ്പിക്കാനായിട്ട് കിണറ്റിൻ്റെ കരയിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളൊരു കാര്യം ചെയ്തു. ഞാനും എൻ്റെ അനിയത്തിയും കൂടി ഒരു കയറിൽ കെട്ടി, നിറഞ്ഞ് കിടക്കണ കിണറാണ്, അതിൻ്റെ ഉള്ളിൽ 3 പ്രാവശ്യം മുക്കിയെടുക്കാൻ പറഞ്ഞിട്ട്. 3ാമത്തെ മുക്കിൽ കയറഴിഞ്ഞു പോയി. അത് ശിവോതിയും മുക്കാലിയും കിണറ്റിൻ്റെ ഉള്ളിൽ അത് പാറിക്കിടക്കണുണ്ട്. അത് എടുക്കാനുള്ള തത്രപ്പാടിലാണ്. അമ്മമ്മ കണ്ട വഴക്കും പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ കിണറ്റിൻ്റെ അവിടെ നിന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ അമ്മമ്മ ഓടി വന്നു. ഇതെന്താ ഈ കുട്ടികൾ നിറഞ്ഞ് കിടക്കണ കിണറ്റിൻ്റെ കരയിൽ കിടന്ന് എന്താ ചെയ്യണം നോക്കാൻ വേണ്ടിയിട്ട്.
ഇവിടെ വന്ന് കഴിഞ്ഞ് കണ്ടപ്പോഴാണ് അമ്മമ്മ കുറേ വഴക്കൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എങ്ങനെയോ അതിനെ എടുത്തു അമ്മമ്മ. അത് കഴിഞ്ഞ് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഇതൊരു കുട്ടിക്കളിയല്ല. എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവസാനം വരെ അത് ചെയ്ത് പൂർത്തിയാക്കണം. അങ്ങനെ ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റാത്ത വല്ല കാര്യമാണെങ്കിൽ അത് നിങ്ങൾ തുടങ്ങാനേ പാടില്ല എന്ന്. ഈ എൻ്റെ അമ്മമ്മയുടെ ആപ്തവാക്യമുണ്ടല്ലോ, ഞാൻ ജീവിതകാലത്ത് എപ്പോഴും ഓർക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ കഴിയുന്നതും അതുപോലെ ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും പറ്റാതെയും വന്നിട്ടുണ്ട്. പക്ഷേ മാക്സിമം എൻ്റെ ലെവൽ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഈ സ്റ്റോറിയുടെ ഒരു മോറൽ. എൻ്റെ ഈ കഥ ശ്രദ്ധയോടെയും ക്ഷമയോടെയും കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ. ഇനി വേറൊരു കഥയായിട്ട് ഇനിയൊരിക്കൽ വരാം.